തൃശൂരിൽ നിന്നൊരു വാർത്തയിലേക്കാണ്. ലാലൂരിൽ തീപിടുത്തം. റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാറ്റിന് തീപിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ദിൽന, ഈ IM വിജയന്റെ പേരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ലാലൂരിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം അതോടൊപ്പം തന്നെ അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം സ്ഥാപിച്ചത്. ഇതിന് സമീപത്താണ് ഈ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായത്. അവിടെ കൂട്ടിയിട്ടിരുന്ന മാറ്റിന് തീപിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ തീ വലിയ രീതിയിൽ ആളിക്കത്തുകയും പുക വമിക്കുകയും ചെയ്തു. ഇതോടുകൂടി നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. തൃശ്ശൂരിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ രീതിയിൽ തീ ആളിക്കത്തുകയും പുക ഉയരുകയും ചെയ്ത് പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. എന്നാൽ ഫയർഫോഴ്സ് സംയോജിതമായി ഇടപെടുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സൂരജ്. കോഴിക്കോട് നിന്ന് കൂടി ഒരു തീപിടുത്തത്തിന്റെ വാർത്ത വരുന്നു. വടകരയിൽ ഹോട്ടലിലാണ് തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ആര്യഭവൻ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയായിരുന്നു തീപിടിച്ചത്? ദിൽന, 2 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആര്യഭവൻ എന്ന ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിരവധി ആളുകളും ഉണ്ടായിരുന്നു. അവിടെയുള്ള ഗ്യാസിന്റെ അത് ലീക്കായതാണ് ഇത്തരമൊരു അപകടത്തിന് ഇടയാക്കിയത്. തുടർന്ന് അവിടെയുള്ള ഫർണിച്ചറുകളിലേക്ക് ഉൾപ്പെടെ ആ തീ ആളിപ്പടർന്നു. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ അതിന്റെ ഉടമയും ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടു. വടകര ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർ എത്തിയാണ് അവിടെ എത്തിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ സമീപത്തുള്ള കടകളിലേക്കൊന്നും തന്നെ തീ ആളിപ്പടർന്നില്ല എന്നുള്ളതാണ് ആശ്വാസമായ കാര്യം. അതുപോലെ തന്നെ മറ്റു ആളുകൾക്കൊന്നും തന്നെ ഒരു വിധത്തിലുമുള്ള അത്യാഹിതം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ദിൽന, വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.